KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചാൽ ഓരോ 3 മാസവും 112 കോടിയുടെ നഷ്ടം കോർപ്പറേഷന് ഉണ്ടാകുമെന്ന് ഗതാഗത സെക്രട്ടറിയുടെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നു. ഓർഡിനറി ബസ്സിൽ മാത്രം സൗജന്യ യാത്ര അനുവദിച്ചാൽ 57 കോടി രൂപയായിരിക്കും നഷ്ടം. സിറ്റി ഫാസ്റ്റ് ഓർഡിനറി ബസ്സുകളിലാണെങ്കിൽ 65 കോടി രൂപയും ഓർഡിനറി ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിലാണെങ്കിൽ 90 കോടി രൂപയും നഷ്ടമുണ്ടാകും. ജെൻഡർ ടിക്കറ്റിംഗ് അടക്കം നടപ്പിലാക്കി 3 മാസത്തെ വരവ് ചെലവ് കണക്കുകൾ വിലയിരുത്തിയാണ് നഷ്ടം കണക്കാക്കിയിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് KSRTC. ശമ്പളവും പെൻഷനും അടക്കം മുടങ്ങി തൊഴിലാളികൾ സമരത്തിലേക്ക് നീങ്ങിയ കാലഘട്ടം മാറിയിട്ട് അധിക നാൾ ആയിട്ടില്ല. സർക്കാർ സഹായം കൊണ്ട് മാത്രം ശമ്പളവും പെൻഷനും നൽകി വരുന്ന സ്ഥാപനമാണ് KSRTC. വർഷം തോറും 1200 കോടി മുതൽ 1400 കോടി വരെ സർക്കാർ KSRTCക്ക് നൽകാറുണ്ട്. സർക്കാർ സഹായത്തിൻ്റെ ഭൂരിഭാഗവും ഉപയോഗിക്കുന്നത് പെൻഷൻ നൽകാനാണ്. ഈ സാഹചര്യത്തിൽ വനിതകൾക്ക് കൂടി സൗജന്യ യാത്ര അനുവദിക്കണമെങ്കിൽ സർക്കാർ സഹായം പ്രതിവർഷം 500 കോടി കൂടി വർദ്ധിപ്പിക്കേണ്ടി വരും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സംസ്ഥാന സർക്കാർ ഈ അധിക ബാധ്യത ഏറ്റെടുക്കുമോ? സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന വാഗ്ദാനം പാലിക്കപ്പെടുമോ? മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പുകൾ വിജയിക്കാനുള്ള പൊടിക്കൈകളായി ഇത്തരം പ്രഖ്യാപനങ്ങൾ വിലയിരുത്താം. നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഇങ്ങനെ പണം പമ്പ് ചെയ്യുന്നത് അത്ര നല്ല കാര്യവുമല്ല. വാഗ്ദാനങ്ങളിൽ നിന്ന് സർക്കാർ പുറകിലേക്ക് പോകുമോ എന്ന് സംശയിച്ചിരിക്കുമ്പോഴാണ് ആദ്യ ക്യാബിനറ്റിൽ തന്നെ സർക്കാർ ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നത്. ഖജനാവ് കാലിയാണെങ്കിലും ജനപ്രിയ പ്രഖ്യാപനങ്ങൾ മാറ്റിവെക്കുന്ന സ്വഭാവക്കാരനല്ല മുഖ്യമന്ത്രി VD സതീശൻ. തൻ്റെ സർക്കാർ തുടക്കം മുതലേ മാറി ചിന്തിക്കുന്ന ഒരു സർക്കാർ ആകണമെന്ന് അദ്ദേഹത്തിന് ഇപ്പോൾ നിർബന്ധമുണ്ട്. പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കാൻ ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരാണ് തൻ്റേതെന്ന് അദ്ദേഹത്തിന് തെളിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ ഈ പ്രഖ്യാപനത്തിൽ നിന്ന് പിന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല. പിങ്ക് ബസ്സുകൾ ഇറക്കി അതിൽ മാത്രം സൗജന്യം അനുവദിക്കുമെന്ന പ്രചാരണമുണ്ടായിരുന്നു. പക്ഷേ വരാൻ പോകുന്നത് അത്തരം ലൊടുക്ക് ചെപ്പടി വിദ്യകളല്ല എന്നുറപ്പാണ്. മന്ത്രിസഭ പ്രഖ്യാപിച്ചപ്പോൾ ഗതാഗത വകുപ്പ് ലഭിച്ചത് സാമ്പത്തിക വിദഗ്ധൻ കൂടിയായ CP ജോണിനാണ്. പദ്ധതി പ്രഖ്യാപിച്ചത് രാഹുൽ ഗാന്ധിയാണെന്നും അത് അങ്ങനെ മോശമാകാൻ സാധ്യതയില്ലെന്നുമായിരുന്നു വകുപ്പ് ഏറ്റെടുത്ത ശേഷം അദ്ദേഹത്തിൻ്റെ പ്രതികരണം. പദ്ധതിയെ ഗതാഗത മന്ത്രി 100% പിന്തുണയ്ക്കുന്നു എന്നർത്ഥം. പദ്ധതി നടപ്പിലാക്കിയാൽ ഓടിക്കയറുന്നത് നഷ്ടത്തിലേക്കായിരിക്കുമെന്നും ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുമെന്നുമൊക്കെ പ്രചരിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ ഇത് വലിയ ആനക്കാര്യമൊന്നുമല്ല എന്നതാണ് യാഥാർത്ഥ്യം. KSRTCയെ നഷ്ടത്തിലാക്കാത്ത വിധം ഒരു സർക്കാർ സ്കീം ഉണ്ടാകണമെന്ന് മാത്രം. എത്ര സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും പദ്ധതി നടപ്പിലാക്കാൻ കഴിയുന്നതാണെന്നും അയൽ സംസ്ഥാനത്തെ അനുഭവങ്ങൾ തെളിയിക്കുന്നു. കർണാടകയിൽ ശക്തി പദ്ധതി അനുസരിച്ചിട്ടാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകിയിരിക്കുന്നത്. പ്രീമിയം സർവീസുകൾ ഒഴികെ മറ്റെല്ലാ ബസ്സുകളിലും സൗജന്യമായി സ്ത്രീകൾക്ക് യാത്ര ചെയ്യാം. ഓർഡിനറി ബസ്സുകളിലും non-AC എക്സ്പ്രസ് ബസ്സുകളിലും സൗജന്യ യാത്രയുണ്ട്. കർണാടകയിൽ സ്ഥിരതാമസം ഉള്ളവരാണെന്ന തിരിച്ചറിയൽ രേഖകൾ കാണിച്ചാൽ സ്ത്രീകൾക്ക് ശക്തി സ്മാർട്ട് കാർഡുകൾ സ്വന്തമാക്കാൻ കഴിയും. അവിടെ പദ്ധതി വൻ വിജയമാണ്. തമിഴ്നാട്ടിൽ സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതി പ്രകാരമാണ് അവിടെ സൗജന്യ യാത്ര. ഓർഡിനറി ബസ്സുകളിലും ടൗൺ ബസ്സുകളിലും അവിടെ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയുണ്ട്. പ്രീമിയം ബസ്സുകളിലും ദീർഘദൂര ബസ്സുകളിലും സൗജന്യമില്ല എന്നു മാത്രം. NDA ഭരിക്കുന്ന ആന്ധ്രാപ്രദേശിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്രയുണ്ട്. സ്ത്രീ ശക്തി പദ്ധതി പ്രകാരമാണ് അവിടെ സൗജന്യ യാത്ര. എക്സ്പ്രസ്, മെട്രോ എക്സ്പ്രസ് ബസ്സുകളിലടക്കം സ്ത്രീകൾക്ക് അവിടെ സൗജന്യ യാത്രയുണ്ട്. സമാനമായ രീതിയിൽ തെലങ്കാനയിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ പദ്ധതിയുണ്ട്. മഹാലക്ഷ്മി പദ്ധതി പ്രകാരം ഓർഡിനറി, എക്സ്പ്രസ്, മെട്രോ എക്സ്പ്രസ് ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയുണ്ട്. ഇങ്ങനെ ഇന്ത്യയിൽ നിരവധി സംസ്ഥാനങ്ങളിൽ ഇത്തരം ഇളവുകളുണ്ട്. എന്നാൽ പൂർണ്ണമായും സൗജന്യം അനുവദിക്കാതെ അർഹിക്കുന്നവർക്ക് മാത്രം സൗജന്യം നൽകുന്ന സംസ്ഥാനങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് ഉത്തർപ്രദേശ്. അവിടെ 60 കഴിഞ്ഞ സ്ത്രീകൾക്ക് മാത്രമാണ് സൗജന്യ യാത്ര. ഈ സംസ്ഥാനങ്ങളുടെ പട്ടികയിലേക്കാണ് ഇനി കേരളവും എത്തുന്നത്. സാമ്പത്തികവും സാമൂഹികവുമായ ഘടകങ്ങൾ പരിശോധിച്ചാൽ ഇത്തരം പദ്ധതികൾക്ക് ഗുണവും ദോഷവുമുണ്ട്. സ്വകാര്യ വാഹനങ്ങൾ ഉപേക്ഷിച്ച് വലിയൊരു വിഭാഗത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനത്തിലേക്ക് ഇത്തരം പദ്ധതികൾ ആകർഷിക്കുമെന്നതാണ് നേട്ടം.
ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്തു തുടങ്ങുന്ന യുവതലമുറയ്ക്ക് പദ്ധതി ഏറെ സഹായം ചെയ്യും. മലയോര ഗ്രാമീണ മേഖലകളിൽ നിന്നും പട്ടണങ്ങളിലേക്ക് തൊഴിലിനായി സ്ഥിരം യാത്ര നടത്തുന്ന സ്ത്രീകൾക്ക് ഇത് വലിയൊരാശ്വാസമാണ്. ജനങ്ങളുടെ കയ്യിലേക്ക് പണം പമ്പ് ചെയ്ത് വാങ്ങൽ ശേഷി കൂട്ടാനും പദ്ധതി സഹായിക്കും. സർക്കാരിൻ്റെ ജനകീയ അടിത്തറ വർദ്ധിക്കാനും ഈ പദ്ധതി ഒട്ടേറെ സഹായം നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സർക്കാരിന് പദ്ധതി അധിക ബാധ്യത സൃഷ്ടിക്കും. ബാധ്യത കോർപ്പറേഷന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചാൽ പൊതുഗതാഗതം താറുമാറാകും. ഉന്നത വരുമാനമുള്ളവർക്കും തുച്ഛ വരുമാനമുള്ളവർക്കും ഒരുപോലെ സൗജന്യം നൽകുന്നത് സാമൂഹിക അസമത്വം സൃഷ്ടിക്കും. സ്വകാര്യ ബസ്സുകൾക്ക് പദ്ധതി വലിയ ദോഷം ചെയ്യാനും സാധ്യതയുണ്ട്. ഇത്തരം കോട്ടങ്ങളൊക്കെയുണ്ടെങ്കിലും പുതിയ സർക്കാരിന് ഈ പദ്ധതി കയ്യടി നേടിക്കൊടുക്കും. ഓർഡിനറി ബസ്സുകളിലും സിറ്റി ഫാസ്റ്റ് ബസ്സുകളിലുമെങ്കിലും യാത്ര സൗജന്യമായി നൽകാനായാൽ അത് വൻ നേട്ടമുണ്ടാക്കും. ചുരുക്കത്തിൽ പദ്ധതി നടപ്പിലാക്കുമോ എന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. കേരളത്തിൻ്റെ പൊതുഗതാഗത രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് ജൂൺ 15-ന് ആ പദ്ധതി വരുമെന്നാണ് പ്രതീക്ഷ.